ഹലോ, 1G റോളിംഗ് പൊസിഷനിൽ 50 മില്ലിമീറ്റർ ഡയമീറ്ററിൽ 3 മില്ലിമീറ്റർ വാൾ തിക്നെസ് ഉള്ള മൈൽഡ് സ്റ്റീൽ പൈപ്പിലെ സ്ട്രക്ചറൽ പൈപ്പ് വെൽഡിംഗ് ബഡ് ജോയിന്റ് എന്ന സെഷനിലേക്ക് സ്വാഗതം. ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. ഡ്രോയിങ് അനുസരിച്ച് MS പൈപ്പ് മുറിച്ച് തയ്യാറാക്കുക. പൈപ്സ് ഫ്ലാറ്റ് പൊസിഷനിൽ സജ്ജമാക്കുക. നോസൽ, ഫില്ലർ റോഡ് സൈസസ്, ഗ്യാസ് പ്രഷർ, ഫ്ലെയിം എന്നിവ തിരഞ്ഞെടുക്കുക. റൂട്ട് ഗ്യാപ്പ് സജ്ജമാക്കി പൈപ്സ് ടാക്ക് വെൽഡ് ചെയ്യുക. 3 o'clock പൊസിഷനിൽ നിന്നും 12 o'clock പൊസിഷൻ വരെ റൂട്ട് റൺ ഡെപ്പോസിറ്റ് ചെയ്യുക. സർഫേസ് വൈകല്യങ്ങൾ വൃത്തിയാക്കുകയും പരിശോധിക്കുകയും ചെയ്യുക. പൈപ്പ് ജോയിന്റിന്റെ ബട്ട് വെൽഡിങ്ങിനായി ഉപയോഗിക്കുന്ന ആയുധങ്ങളും ഉപകരണങ്ങളും: ഹാക്സോ, മെറ്റൽ ഫയൽസ്, ബെവൽ പ്രൊട്രാക്ടർ അല്ലെങ്കിൽ മൾട്ടി വെൽഡ് ഗേജ്, ബെഞ്ച് വൈസ്, വെൽഡിംഗ് ടേബിളും വെൽഡിംഗ് ഫിക്സ്ചറും, ഓക്സി അസെറ്റിലിൻ വെൽഡിംഗ് OAW എക്യുപ്മെന്റ്, വയർ ബ്രഷ്, ചിപ്പിംഗ് ഹാമർ. ഓക്സി അസെറ്റിലിൻ വെൽഡിംഗ് OAW പ്രോസസ് പ്രക്രിയ ഉപയോഗിച്ച് 1G പൊസിഷനിൽ 50 മില്ലിമീറ്റർ ഡയമീറ്ററും 3 മില്ലിമീറ്റർ വാൾ തിക്നെസ്സുമുള്ള ഒരു MS പൈപ്പിൽ ഒരു ബഡ് ജോയിന്റ് വെൽഡിംഗ് ചെയ്യുന്നതിനുള്ള നടപടിക്രമം ഇതാ. പൈപ്സ് ഹാക്സോ ഉപയോഗിച്ച് 75 മില്ലിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്ത് അതിന്റെ അവസാന ചതുരം 75 മില്ലിമീറ്റർ നീളത്തിൽ ഫയൽ ചെയ്യുക എന്നതാണ് ആദ്യ പടി. പൈപ്പ് എൻഡ്സ് വൃത്തിയുള്ളതാണെന്നും തുരുമ്പ്, ഗ്രീസ് അല്ലെങ്കിൽ മറ്റു മാലിന്യങ്ങൾ എന്നിവയിൽ നിന്ന് മുക്തമാണെന്നും ആവശ്യമുള്ള കോണിലേക്ക് വളയുന്നതായും ഉറപ്പാക്കുക. സിംഗിൾ പൈപ്പിന്റെ ബെവൽ ആംഗിൾ ഏകദേശം 30 ഡിഗ്രി ആയിരിക്കണം. 2 പൈപ്സ് തമ്മിലുള്ള വിടവ് 1 മുതൽ 2 മില്ലിമീറ്റർ വരെ ആയിരിക്കണം. ഒരു വെൽഡിംഗ് ഫിക്സ്ചർ അല്ലെങ്കിൽ വെൽഡിംഗ് ടേബിൾ ഉപയോഗിച്ച് ജോയിന്റ് ഒരു ഹൊറിസോണ്ടൽ പൊസിഷനിൽ വരുന്ന വിധത്തിൽ പൈപ്സ് ക്ലാമ്പ് ചെയ്ത് 2 പൈപ്സ് ആക്സിസ് 1G പൊസിഷനിൽ വിന്യസിക്കുക. വെൽഡിംഗ് ടോർച്ച്, ഓക്സിജൻ, അസെറ്റിലിൻ സിലിണ്ടേഴ്സ്, റെഗുലേറ്റേഴ്സ് എന്നിവയുൾപ്പെടെയുള്ള OAW എക്യുപ്മെന്റ് സജ്ജമാക്കുക. ഇപ്പോൾ നമ്പർ 5 നോസിൽ ശരിയാക്കുക. 1.6 മില്ലിമീറ്റർ ഡയമീറ്ററുള്ള CCMS ഫില്ലർ റോഡ് തിരഞ്ഞെടുത്ത് 2 ഗ്യാസസിനും 0.15 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ പ്രഷറിൽ സജ്ജീകരിക്കുക. വെൽഡിംഗ് പ്രോസസ് ആരംഭിക്കുന്നതിന് മുമ്പ് ശരിയായ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിക്കുന്നത് ഉറപ്പാക്കുക. ആദ്യം ന്യൂട്രൽ ഫ്ലെയിം സജ്ജമാക്കുക. തുടർന്ന് പൈപ്സിനിടയിൽ 1.5 മില്ലിമീറ്റർ റൂട്ട് ഗ്യാപ്പ് നിലനിർത്തിക്കൊണ്ട് ഒരു 20 ഡിഗ്രി അകലത്തിൽ 3 സ്ഥലങ്ങളിൽ ടാക്ക് വെൽഡ് ചെയ്യുക. ഇപ്പോൾ പൈപ്പിന്റെ ചുറ്റളവ് 4 സെഗ്മെന്റ്സായി വിഭജിക്കുക. കൂടാതെ പൈപ്പ് ഫിക്സ്ചറിൽ ഹൊറിസോണ്ടലിയായി സൂക്ഷിക്കുന്നത് ഉറപ്പാക്കുക. ശരിയായ ബ്ലോ പൈപ്പും ഫില്ലർ റോഡ് കോണുകളും ഉപയോഗിച്ച് ആദ്യത്തെ സെഗ്മെന്റായ 3 o'clock പൊസിഷൻ മുതൽ 12 o'clock പൊസിഷൻ വരെ റൂട്ട് റൺ ഡെപ്പോസിറ്റ് ചെയ്യുക. സ്ഥിരമായ വെൽഡിംഗ് സ്പീഡും ഫില്ലർ മെറ്റൽ ഡിസ്പോസിഷൻ റേറ്റും നിലനിർത്തുക. ഇപ്പോൾ ആദ്യത്തെ സെഗ്മെന്റിന്റെ റൂട്ട് റണ്ണിന്റെ എൻഡ് 3 o'clock പൊസിഷനിലേക്ക് വരാൻ പൈപ്പ് ജോയിന്റ് ഘടികാര ദിശയിൽ തിരിക്കുക. ആദ്യ പാദം പോലെ രണ്ടാം പാദ സെഗ്മെന്റിനായി റൂട്ട് റൺ വെൽഡ് ചെയ്യുന്നത് തുടരുക. അതുപോലെ മൂന്നാമത്തെയും 4ാമത്തെയും സെഗ്മെന്റിന്റെ റൂട്ട് റൺ പൂർത്തിയാക്കുക. റൂട്ട് റണ്ണിലുടനീളം റൂട്ടിൽ ഒരു കീഹോൾ മെയിൻറ്റെയിനിങ് ചെയ്തുകൊണ്ട് റൂട്ട് പെനിട്രേഷൻ ഉറപ്പാക്കുക. സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് റൂട്ട് റൺ വൃത്തിയാക്കുക. ഇപ്പോൾ നമ്പർ 5 സൈസ് നോസിൽ ശരിയാക്കുക. 2 മില്ലിമീറ്റർ ഡയമീറ്ററുള്ള CCMS ഫില്ലർ റോഡ് തിരഞ്ഞെടുത്ത്
0.15 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ഗ്യാസ് പ്രഷറിൽ സജ്ജമാക്കുക. ന്യൂട്രൽ ഫ്ലെയിം സജ്ജീകരിച്ച് വിയുടെ ഫേസസ് ശരിയായി ഫ്യൂസ് ചെയ്യുന്നതിനായി ബ്ലോ പൈപ്പിലേക്ക് ചെറിയ വീവിംഗ് ഉപയോഗിച്ച് സെക്കൻഡ് റൺ ഡെപ്പോസിറ്റിംഗ് ചെയ്തുകൊണ്ട് വി ഗ്രൂവ് നിറയ്ക്കുക. വെൽഡ് ബീഡ് യൂണിഫോം ആണെന്നും പൈപ്പ് സർഫേസിൽ ഫ്ലഷ് ആണെന്നും ഉറപ്പാക്കുക. വെൽഡ് പൂർത്തിയാക്കിയ ശേഷം ക്രാക്കിംഗ് ഉണ്ടാകാതിരിക്കാൻ സാവധാനം തണുക്കാൻ അനുവദിക്കുക. അവസാനമായി ക്ലാംപ്സ് നീക്കം ചെയ്യുക. ഏതെങ്കിലും സ്ലാഗ് അല്ലെങ്കിൽ മറ്റ് ഡെബ്രിസ് നീക്കം ചെയ്യാൻ ഒരു വയർ ബ്രഷ് ഉപയോഗിച്ച് വെൽഡ് വൃത്തിയാക്കുക. ചർച്ച ചെയ്ത പ്രധാന പോയിന്റുകൾ നമുക്ക് പുനർവിചിന്തനം ചെയ്യാം. പൈപ്സ് ഹാക്സോ ഉപയോഗിച്ച് 75 mm നീളത്തിൽ കട്ട് ചെയ്ത് അതിൻ്റെ എൻഡ് സ്ക്വയർ ആക്കി ഫയൽ ചെയ്യുക. 1G പൊസിഷനിൽ പൈപ്സ് ക്ലാമ്പ് ചെയ്യുക. പൈപ്സിനിടയിൽ 1.5 mm റൂട്ട് ഗ്യാപ്പ് നിലനിർത്തിക്കൊണ്ട് ഒരു 20 ഡിഗ്രി അകലത്തിലുള്ള 3 സ്ഥലങ്ങളിൽ ടാക്ക് വെൽഡ് ചെയ്യുക. ആദ്യ സെഗ്മെന്റിൽ നിന്ന് ആരംഭിച്ച് പൈപ്പ് ജോയിന്റ് ഘടികാരദിശയിൽ തിരിക്കുന്നതിലൂടെ റൂട്ട് റൺ സെഗ്മെന്റ് ബൈ സെഗ്മെന്റ് ആയി ഡെപ്പോസിറ്റ് ചെയ്യുക. സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് റൂട്ട് റൺ വൃത്തിയാക്കി സെക്കൻഡ് റൺ ഡെപ്പോസിറ്റ് ചെയ്യുക. വെൽഡ് ബീഡ് യൂണിഫോം ആണെന്ന് ഉറപ്പുവരുത്തുക. വയർ ബ്രഷ് ഉപയോഗിച്ച് വെൽഡ് വൃത്തിയാക്കുക. ഇതോടെ നമ്മൾ ഈ സെഷന്റെ അവസാനത്തിലെത്തി. 1G റോളിംഗ് പൊസിഷനിലുള്ള മൈൽഡ് സ്റ്റീൽ പൈപ്പിലെ പൈപ്പ് വെൽഡിംഗ് ബഡ് ജോയിന്റിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ലഭിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും അടുത്ത സെഷനിൽ കാണാം.